നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിപ്പ അതീവ ജാഗ്രതയോടെ പാലക്കാട് ജില്ല. നിപ്പ ബാധിതനുമായി സമ്പർക്കമുള്ള 2 പേർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ. നിപ്പ ബാധിച്ച വ്യക്തിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. മാസ്ക് ധരിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനും ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കലക്ടർ. കൂനത്രയിൽ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ മർദ്ദിച്ച് 10,000 രൂപ കവർന്ന കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. പിടിയിലായ ചുടുവാലത്തൂർ സ്വദേശി സൂരജിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒളിവിലായിരുന്ന പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടിയത് കുന്നംകുളത്തുനിന്ന്. ചാവക്കാട് തിരുവത്രയിൽ വീടിന് നേരെ അജ്ഞാതരുടെ ആക്രമണമുണ്ടായത് പുത്തൻകടപ്പുറം EMS നഗറിൽ അബ്ദുള്ളമോന്റെ വീടിന് നേരെ. സംഭവം പുലർച്ചെ 3 മണിയോടെ. വാർത്തകൾ വിശദമായി. നിപ്പ ബാധിതനുമായി സമ്പർക്കമുള്ള 2 പേർ പാലക്കാട് ജില്ലാ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഇതിൽ ഒരാൾ രോഗിയുടെ ബന്ധുവും മറ്റൊരാൾ ആരോഗ്യ പ്രവർത്തകനുമാണ്. നിപ്പ ബാധിച്ചയാളുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിട്ടുണ്ട്. നിപ്പ ബാധിച്ച ശേഷം രോഗി KSRTC ബസ്സിൽ യാത്ര ചെയ്തു എന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. സ്വകാര്യ വാഹനം മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നിപ്പ ബാധിതനുമായി കോണ്ടാക്റ്റ് ഉള്ളവരുടെ എണ്ണം ഇന്നലെ 48 ആയിരുന്നു. പുതിയ വിവരം പിന്നീട് പുറത്തുവിടും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, കാരാക്കുറിശി, കരിമ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 17 കണ്ടെയ്ൻമെന്റ് സോണുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണിലുള്ള എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കണം. പാലക്കാട് ജില്ലയിൽ എല്ലാവരും മാസ്കും സാമൂഹ്യ അകലവും സാനിറ്റേഷനും ഉപയോഗിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. 2 സിംറ്റമാറ്റിക് കേസ് ഇപ്പോൾ GMC പാലക്കാടിൽ അഡ്മിറ്റഡ് ആണ്. ഒരു പേര് ഒരു ഫാമിലി മെമ്പറും രണ്ടാമത്തെ പേര് ഒരു ഹെൽത്ത് വർക്കറാണ്. സോ ഈ 2 പേര് GMC പാലക്കാടിൽ ഇപ്പോൾ ഉണ്ട്. ആൻഡ് കോൺട്രാക്ട് ട്രേസിംഗും ഫീവർ സർവൈലൻസ് നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. റിസൾട്ട് വെയിറ്റ് ചെയ്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഒരു അഭ്യർത്ഥന ഉള്ളത് എല്ലാവരും SMS തീർച്ചയായിട്ടും പാലിക്കണം. സ്പെഷ്യലി മാസ്ക് ധരിക്കുന്നത് അത് കമ്പൽസറി ആണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ കമ്പൽസറി ആണ്. പിന്നെ മുഴുവൻ പാലക്കാടിലും ഈ ഒരു മാസ്ക് വെക്കുന്ന ഒരു ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യണം. ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും പിന്നെ സാനിറ്റൈസർ കൂടി ഉപയോഗിക്കണം. പിന്നെ രാവിലെ ഒരു ന്യൂസ് കണ്ടു, KSRTC ബസ് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു മിസ്ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. 6-ാം തീയതി സിംറ്റം ഡെവലപ്പ് ചെയ്ത ശേഷം ഇദ്ദേഹം KSRTC ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടില്ല. സ്വകാര്യ വണ്ടിയിൽ പിന്നെ ബൈക്കിൽ മാത്രമാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂനത്രയിൽ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ ആക്രമിച്ച് 10,000 രൂപ കവർന്ന കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. ഷൊർണൂർ ചുടുവാലത്തൂർ തോട്ടുപാലം പള്ളിയാലിൽ വീട്ടിൽ 38 വയസ്സുള്ള സൂരജാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് പരുത്തിപ്ര സ്വദേശിയായ AT വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൂനത്തറയിലെ ഐക്കോൺസ് ആശുപത്രിക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിൽ കയറിയ 4 പേർ അടങ്ങിയ സംഘം 50,000 രൂപ ആവശ്യപ്പെട്ടത്. പിന്നീട് വിജയകുമാറിനെ മർദ്ദിച്ച ശേഷം 10,000 രൂപ കവരുകയും 5,000 രൂപ അടുത്ത ദിവസം തരണമെന്നും പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ 35,000 രൂപ കൂടി നൽകണമെന്നും ആവശ്യപ്പെട്ടത്. വിജയകുമാർ നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം 4 പ്രതികളെ പിടികൂടിയിരുന്നു. കവളപ്പാറ കാരക്കാട് കിഴക്കേപ്പാടത്ത് 46 വയസ്സുള്ള രാംകുമാർ, ചുടുവാലത്തൂർ കവതിയാട്ടിൽ വീട്ടിൽ 41 വയസ്സുള്ള സുരേഷ് ബാബു, 39 വയസ്സുള്ള സുഭാഷ് ബാബു, ചുടുവാലത്തൂർ കളത്തിൽ കുന്നത്ത് വീട്ടിൽ 36 വയസ്സുള്ള ധനേഷ് എന്നിവരാണ് നേരത്തെ പിടിയിലായത്. കേസിലെ 1-ാം പ്രതിയായ സൂരജ് ഒളിവിൽ പോയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുന്നംകുളത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇൻസ്പെക്ടർ V രവികുമാർ, SIP സേതുമാധവൻ, ASIമാരായ K അനിൽകുമാർ, റഷീദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K സജീഷ്, T റിയാസ്, രവി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചാവക്കാട് തിരുവത്രയിൽ വീടിനു നേരെ അജ്ഞാതരുടെ ആക്രമണം. പുത്തൻകടപ്പുറം EMS നഗർ സ്വദേശി അബ്ദുള്ളമോന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് സംഭവം. വീട്ടിലെ 3 ജനൽപ്പാളികൾ അക്രമികൾ അടിച്ചു തകർത്തു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അബ്ദുള്ളമോന്റെ ശരീരത്തിൽ ചില്ല് തെറിച്ചതോടെയാണ് വിവരമറിയുന്നത്. വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. ഇരുമ്പുവടി കൊണ്ടാണ് ജനൽച്ചില്ലുകൾ അടിച്ചു തകർത്തതെന്ന് കരുതുന്നു. അബ്ദുള്ളമോൻ മത്സ്യവിതരണ തൊഴിലാളിയാണ്. അക്രമം സംബന്ധിച്ച് ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
മണ്ണൂരിൽ അപകടവളവിൽ സ്വന്തം ചിലവിൽ കണ്ണാടി സ്ഥാപിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം. പഞ്ചായത്ത് മെമ്പർ ഷെഫീന നജീബാണ് 4-ാം വാർഡിലെ കമ്പനിപ്പടി കറുകമ്പാറ വളവിൽ കോൺവെക്സ് ഗ്ലാസ് സ്ഥാപിച്ചത്. കണ്ണാടി സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനവും മെമ്പർ നിർവഹിച്ചു. CDS അംഗം ഷൈനി അധ്യക്ഷത വഹിച്ചു. പി ജലീൽ, കെ ഷരീഫ്, കെ ജെ സലീജ്, ആയിഷ, എ ജാബിർ, ശ്രീലയ, SJN നജീബ് എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ 4-ാം വാർഡ് വികസന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മുടെ വാർഡിൽ 10ഓളം ഇതേപോലത്തെ കോൺഗ്രസ് ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ 4 വർഷം മുന്നേ തന്നെ അധികാരത്തിൽ നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ചില ക്ലാസ്സുകൾ കേടുവന്ന് വരുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഘട്ടം ഘട്ടമായിട്ട് കൂടുതൽ കേടുവന്ന പ്രദേശങ്ങളിൽ ക്ലാസ്സുകൾ മാറ്റിക്കൊണ്ട് ഇനി പുതിയ ക്ലാസ്സുകൾ വെക്കാനും ആലോചനയുണ്ട്. ശേഷിക്കുന്ന 2-3 മാസത്തിനകത്ത് അത്തരത്തിലുള്ള ജനങ്ങൾ പരാതി അറിയിക്കാനും അതിനനുസരിച്ച് വെക്കാനും തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ കേടുപാട് സംഭവിച്ച ക്ലാസ്സുകൾ മാറ്റുന്നതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ ക്ലാസ് ചെയ്തിരിക്കുന്നത്. കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകി ഷൊർണൂർ സ്വദേശി മാതൃകയായി. ഓപ്പൺ ജിം വാച്ച്മാനും നഗരസഭാ ജീവനക്കാരനുമായ മഞ്ഞക്കാട് സ്വദേശി AP പ്രകാശിനാണ് കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമയെ ഏൽപ്പിച്ചത്. ഭാരതപ്പുഴയ്ക്ക് സമീപമുള്ള ഓപ്പൺ ജിമ്മിൽ സന്ദർശനം നടത്തിയ യുവതിയുടേതായിരുന്നു മാല. വാടനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സർക്കാരിന്റെ 2 കോടി രൂപ ചെലവിലാണ് 2 നില കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിട നിർമ്മാണം 2026 ജനുവരിയിൽ പൂർത്തിയാകും. വാടനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇനി പഴയ കെട്ടിടം ഒറ്റൊന്നുപോലും കാണാനാകില്ല. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ എല്ലാം വിസ്മൃതിയിലേക്ക്. 4ാമത്തെ കെട്ടിടം കൂടി പൊളിച്ചതോടെയാണിത്. ഹൈസ്കൂളിൽ 70 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ഇപ്പോൾ പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നത്. പഴയ കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്ന് ബലക്ഷയം സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു നീക്കി പുതിയ 2 നില കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതോടെ എല്ലാ ഡിവിഷനുകളിലേക്കും പുതിയ കെട്ടിടമായി. നിലവിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. സ്കൂളിലെ 4ാമത്തെ കെട്ടിടത്തിൻ്റെ പ്രവൃത്തികളാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 2 കോടി രൂപ ചിലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. PWD ഏറ്റെടുത്താണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. 2 നില കെട്ടിടത്തിൽ 9 ക്ലാസ് മുറികളും 1 സ്റ്റാഫ് റൂമും ഉണ്ടാകും. പുതിയ കെട്ടിടം വരുന്നതോടുകൂടി കുട്ടികൾക്ക് കൂടുതൽ സൗകര്യത്തോടെ പഠിക്കാനാകും. 2026 ജനുവരിയിൽ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാനാണ് തീരുമാനം. ന്യൂസ് സെന്റർ ഷൊർണൂർ. ദീപിക മുഖപ്രസംഗത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ലേഖനത്തെക്കുറിച്ച് അന്വേഷിച്ച ശേഷം പിന്നീട് സംസാരിക്കുമെന്നും ബിഷപ്പ് തൃശ്ശൂരിൽ പറഞ്ഞു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ തൃത്താല നാഗലശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നന്ദിയങ്കോട് ജനകീയ കമ്മിറ്റി ഓഫീസിൽ നടന്നു. അസോസിയേഷൻ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ K. മുണ്ടായ ഉദ്ഘാടനം ചെയ്തു. ഈ കേരള സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന 2006 ഇതിന്റെ ജൂലൈ 9-ാം തീയതിയാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ സ്ഥാപന ദിനം കൂടിയായിരുന്നു കഴിഞ്ഞ 9-ാം തീയതി. ജൂലൈ 9-ാം തീയതി നമ്മുടെ 2006 തുടങ്ങിയ നമ്മുടെ സംഘടനയുടെ സ്ഥാപന ദിനമായിരുന്നു ജൂലൈ 9-ാം തീയതി. അപ്പോൾ അങ്ങനെ 2006 മുതൽ ഈ സംഘടന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സഹോദരി സഹോദരന്മാരുടെ, പാവപ്പെട്ടവരുടെ, സാധാരണക്കാരായിട്ടുള്ളവരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. യൂണിറ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TC രാമൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KM വിജയൻ നായർ സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി K. പരമേശ്വരൻ, ജില്ലാ വനിതാ സബ് കമ്മിറ്റി അംഗം A. സാവിത്രി, CITU നാഗലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി O. രാജപ്പൻ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി PC സംഗീത എന്നിവർ പ്രസംഗിച്ചു. KPM പുഷ്പജ, സേതുമാധവൻ, സുകുമാരൻ, അബൂബക്കർ, M. ശശീന്ദ്രൻ, രാജൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ പരുത്തിപ്ര ശ്രീ കോണോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. വൈഷ്ണവൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണത്തിനു പുറമെ
ജൂലൈ 17 മുതൽ 24 വരെ സായാഹ്നങ്ങളിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികളും ഉണ്ടാകും. കർക്കിടകം 1 മുതൽ 8 വരെയാണ് ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുക. വൈകിട്ട് 5 മുതൽ 6 വരെ വൈഷ്ണവം ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ രാമായണ പാരായണമുണ്ടാകും. ജൂലൈ 17 മുതൽ 4 ദിവസങ്ങളിലായി രാമായണ കഥാഭാഗങ്ങളെ ആസ്പദമാക്കി കലാമണ്ഡലം സംഗീത, കലാമണ്ഡലം രതീഷ് ദാസ് എന്നിവരുടെ നങ്ങ്യാർകൂത്ത്, 22-ന് വൈകിട്ട് പയങ്കുളം രാമചാക്യാർ അനുസ്മരണം, 19-ന് വൈകുന്നേരം 6 മണി മുതൽ സംഗീത കച്ചേരി, 20-ന് വയലിൻ കച്ചേരി, 23-ന് വൈകുന്നേരം പഞ്ചാരിമേളം, 24-ന് രാമായണ പദ്യഭാഗങ്ങൾ കോർത്തിണക്കുന്ന കാവ്യകേളി എന്നിവ നടക്കുമെന്ന് വൈഷ്ണവം ട്രസ്റ്റ് ഭാരവാഹി ഡോക്ടർ CM നീലകണ്ഠൻ അറിയിച്ചു. അന്താരാഷ്ട്ര നിലവാരമുള്ള അവതരണങ്ങളാകും ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ അരങ്ങിലെത്തുക. രാമായണ മാസം കർക്കിടകം 1-ാം തീയതി മുതൽ ജൂലൈ 17 മുതൽ 8 ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മറ്റുമുണ്ട്. ദിവസവും 8 ദിവസം വൈകുന്നേരങ്ങളിൽ രാമായണ പാരായണം, പ്രഭാഷണം 1 മണിക്കൂർ. അതിനുശേഷം ക്ഷേത്ര കലകളും ആയിട്ട് ബന്ധപ്പെട്ട നങ്ങ്യാർകൂത്ത് 4 ദിവസം. അത് അവതരിപ്പിക്കുന്നത് വളരെ പ്രശസ്തരായ കലാകാരികൾ. ചെറുതുരുത്തി നാട്യശാല എന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ഭാരവാഹികളും അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള കലാകാരന്മാരും കലാകാരികളുമാണ് കലാമണ്ഡലം സംഗീത, കലാമണ്ഡലം രതീഷ് ദാസ്, അവരുടെ ഒപ്പമുള്ള കലാമണ്ഡലം സജിത, നീല, അശ്വതി തുടങ്ങിയവരും മിഴാവിലും മറ്റും ഇടയ്ക്കയിലും മറ്റുമുള്ള പ്രശസ്തരായ കലാകാരന്മാർ 4 ദിവസം വൈകുന്നേരം രാമായണ പാരായണ പ്രഭാഷണങ്ങൾക്ക് ശേഷം രാമായണ കഥാഭാഗങ്ങൾ ഇവിടെ നങ്ങ്യാർകൂത്തായിട്ട് അവതരിപ്പിക്കും. പിന്നെ അതിനോടനുബന്ധിച്ച് 2 ദിവസം സംഗീത കച്ചേരി, വയലിൻ കച്ചേരി എന്നിവയും, ഒരു ദിവസം ഞങ്ങളുടെ തന്നെ പരുത്തിപ്ര വൈഷ്ണവൻ ട്രസ്റ്റിൻ്റെ മേളം കൂട്ടായ്മയുടെ പഞ്ചാരി മേളം ഉണ്ടാവും. ഒരു ദിവസം രാമായണത്തിലെ രാമായണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്യഭാഗങ്ങൾ വെച്ചിട്ട് ഒരു കാവ്യകേളി ഉണ്ടാവും. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിശേഷ പൂജകളും പ്രസാദ വിതരണവും ഉണ്ടാകും. രാമായണ പാരായണത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കോർഡിനേറ്ററുമായി 9400809684 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. നിപ്പ അതീവ ജാഗ്രതയോടെ പാലക്കാട് ജില്ല. നിപ്പ ബാധിതനുമായി സമ്പർക്കമുള്ള 2 പേർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ. നിപ്പ ബാധിച്ച വ്യക്തിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. മാസ്ക് ധരിക്കാനും സാമൂഹ്യ അകലം പാലിക്കാനും ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കലക്ടർ. കൂനത്രയിൽ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ മർദ്ദിച്ച് 10,000 രൂപ കവർന്ന കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. പിടിയിലായ ചുടുവാലത്തൂർ സ്വദേശി സൂരജിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒളിവിലായിരുന്ന പ്രതിയെ ഷൊർണൂർ പോലീസ് പിടികൂടിയത് കുന്നംകുളത്തുനിന്ന്. ചാവക്കാട് തിരുവത്രയിൽ വീടിന് നേരെ അജ്ഞാതരുടെ ആക്രമണമുണ്ടായത് പുത്തൻകടപ്പുറം EMS നഗറിൽ അബ്ദുള്ളമോന്റെ വീടിന് നേരെ. സംഭവം പുലർച്ചെ 3 മണിയോടെ. ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.